പാവപ്പെട്ട മനുഷ്യരെ പറ്റിച്ച പാതിവില തട്ടിപ്പിലെ പ്രധാന പ്രതികളിൽ ഒരാളായി ആനന്ദകുമാർ മാറിയത് അബദ്ധത്തിലല്ല. ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ താഴത്തെ കോടതികൾ തള്ളിയപ്പോൾ അദ്ദേഹം നേരെ ആശുപത്രിയിലാവുന്നു. ദീർഘനാളുകളായി അദ്ദേഹം ആശുപത്രിയിലാണ്. ഈ ജാമ്യാപേക്ഷ വരുന്നത് വരെ അദ്ദേഹത്തിന് ആശുപത്രിയിൽ പോവേണ്ടതുണ്ടായിരുന്നില്ല. പക്ഷെ ജാമ്യാപേക്ഷ തള്ളിയതോടെ അദ്ദേഹം ആശുപത്രിയിലായി. ആശുപത്രി വാസത്തിനിടയിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം കൊടുത്തു. ഇപ്പോഴും അദ്ദേഹം ആശുപത്രിയിൽ തന്നെയാണ്. അത് പരിഗണിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് പ്രമുഖരായ ക്രിമിനലുകൾക്ക് ജയിൽ ഒഴിവാക്കാനുള്ള മെഡിക്കൽ ടൂറിസമായി ആശുപത്രികൾ മാറരുത് എന്ന്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയാൽ പോലും ഒരാൾ ജയിലിൽ കഴിയാതെ ആശുപത്രിയിൽ കഴിയുന്ന പ്രവണത അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഹൈക്കോടതി ജഡ്ജി പറഞ്ഞു, ഇനി മുതൽ മെഡിക്കൽ ഗ്രൗണ്ടിൽ മുൻകൂർ ജാമ്യം നൽകുന്നത് നിർത്തി. ആരും അത് പ്രതീക്ഷിക്കേണ്ട എന്ന്. ആർക്കെങ്കിലും അസുഖമുണ്ടെങ്കിൽ ജയിലിൽ ചികിത്സിക്കട്ടെ. ജയിലിൽ അതിന് സൗകര്യമില്ലെങ്കിൽ ഇക്കാര്യം പ്രോസിക്യൂഷൻ അറിയിക്കട്ടെ. അവരുടെ കാര്യം പരിഗണിക്കാം. ജയിലിൽ ചികിത്സിക്കാനുള്ള സൗകര്യം കൂടി ഒരുക്കട്ടെ. അല്ലെങ്കിൽ ഡോക്ടർമാർ ജയിലിൽ പോയി ഈ തടവുകാരെ ചികിത്സിക്കട്ടെ. അല്ലാതെ സ്വാധീനമുള്ള ഒരു പ്രമുഖന് ജയിൽ വിധിക്കുമ്പോൾ അവൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായി ആശുപത്രിയിൽ കഴിയുന്നത് യോജിക്കാൻ കഴിയില്ല. ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞു. ഒന്ന്, ഈ അടുത്ത കാലത്ത് ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ തന്നെ ജാമ്യം നിഷേധിച്ച് എന്നാൽ ജയിലിലാവാതെ രക്ഷപ്പെട്ട PC ജോർജിന്റെ കാര്യമാണ്. PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് പിന്നീട് ജോർജിന് ജാമ്യം കിട്ടിയപ്പോൾ പറഞ്ഞത് ആശുപത്രിയിൽ പോകാത്ത പിതാവിന് മെഡിക്കൽ ചികിത്സ ഉറപ്പാക്കിയ പരാതിക്കാരന് നന്ദി എന്നാണ്. ഇത് കോടതിക്കുള്ള മുന്നറിയിപ്പാണ് എന്ന് ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ ചൂണ്ടിക്കാട്ടുന്നു. അദ്ദേഹം ഗൗരവത്തോടെ പറഞ്ഞത് ഇബ്രാഹിം കുഞ്ഞ് മന്ത്രിയായിരുന്നപ്പോൾ സംഭവിച്ച കാര്യമാണ്. ഇബ്രാഹിം കുഞ്ഞ് പാലാരിവട്ടം അഴിമതി കേസിൽ ജാമ്യം നിഷേധിച്ച് ജയിലിലാവുന്നു. പിറ്റേ ദിവസം തന്നെ മെഡിക്കൽ ഗ്രൗണ്ടിൽ ജാമ്യാപേക്ഷ കൊടുക്കുന്നു. മരിച്ചു പോകും, അത്ര ഗുരുതരാവസ്ഥയിലാണ് എന്ന് പറഞ്ഞാണ് ജാമ്യം കൊടുത്തത്. എന്നാൽ പിറ്റേന്ന് തന്നെ പുറത്തിറങ്ങിയെന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തു. ഇങ്ങനെ ജയിൽ പുള്ളികൾക്കുള്ള മെഡിക്കൽ ടൂറിസമായി ആശുപത്രികൾ മാറുന്നത് ഇനി സാധ്യമല്ല. അതുകൊണ്ട് മെഡിക്കൽ ഗ്രൗണ്ടിൽ ആരും ഇനി മുൻകൂർ ജാമ്യമായി ഇങ്ങോട്ട് വരണ്ട എന്ന് ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ പറയുന്നു. ഹൈക്കോടതിയുടെ വിധിയാണ്. ആ വിധി താഴത്തെ കോടതികൾക്കും ബാധകമാണ്. ഇനി മുതൽ ഒരാൾ ജയിലിലേക്ക് അടച്ചാൽ അയാൾക്ക് ജയിലിൽ പോവേണ്ടി വരും. അല്ലെങ്കിൽ ഈ സിംഗിൾ ബെഞ്ചിന്റെ വിധി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കണം.